വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന സ്പേഷ്യസ് ആയ ഒരു 4 BHKയുടെ വിശേഷങ്ങളുമായിട്ടാണ്. 4.25 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി സ്പേസും കൂടാതെ 2 കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയാണ് ഈ ഒരു മനോഹരമായ വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 700 മീറ്ററും സ്റ്റാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1.2 കിലോമീറ്ററും സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 7 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 9.5 കിലോമീറ്ററും കാക്കനാടേക്ക് 13 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കും സ്പോട്ട് ലൈറ്റും എല്ലാമാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിന് 2 എലിവേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷനും സൈഡ് എലിവേഷനും. 2 സൈഡിലും 4 മീറ്ററോളമുള്ള ഇന്റേണൽ റോഡും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്റർലോക്ക് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കും സ്പോട്ട് ലൈറ്റും എല്ലാം നൽകിയാണ് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഗേറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. പിന്നീടുള്ള കാർ പാർക്കിംഗ് സ്പേസ് നമുക്ക് സൗത്ത് സൈഡിലായിട്ടാണ് ലഭിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ 2 വീലർ പാർക്കിങ്ങിനുള്ള സ്പേസും നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് കിണറും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വരുന്നുണ്ട്. കൂടാതെ കിച്ചണിനോട് ചേർന്ന് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ഈ സിറ്റ് ഔട്ടിൽ 5 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് ലൈറ്റ്സും സീലിംഗ് ഫാനും ഒക്കെ നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. അവിടെ ചേർന്ന് തന്നെ ഒരു വിൻഡോയും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിങ്ങിൽ വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിന് കോഫി ടേബിളുമുള്ള സ്പേസ് വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടി വരുന്ന ഈ ഒരു ലിവിങ്ങിന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു പാർട്ടീഷൻ വരുന്നത്. പിന്നീട് നമ്മൾ നേരെ വരുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ്ങിലേക്കാണ്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഭാഗം. ഈ ഒരു ഭാഗത്തും ഭംഗിയായിട്ട് തന്നെയാണ് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. പാനലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ലൈറ്റും എല്ലാം നൽകിയിട്ടാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ഇവിടെയായിട്ടാണ് ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഭംഗിയായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസും വരുന്നത്. ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ റീഗാന്റെ വയേഴ്സും കളേഴ്സിന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലൊഴികെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് വന്നിരിക്കുന്നത്. വുഡ് ആനിലിയും മഹാഗണിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു ക്ലോസ്ഡ് കിച്ചൺ വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ്. ഈസ്റ്റിലേക്കാണ് സ്റ്റവിനുള്ള പ്രൊവിഷൻ വരുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും ഉണ്ട്. വലുപ്പമുള്ള സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ 16.5 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടി ഈ ഒരു ബെഡ്റൂമിന് ഒരു സൈഡിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന വാളിലായിട്ട് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ അപ്പർ ലിവിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. അത്യാവശ്യം സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ഒരു അപ്പർ ലിവിംഗിൽ TV യൂണിറ്റിനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് സ്റ്റഡി റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 12 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്.
അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകൾ വന്നിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഒരു സൈഡിലേക്ക് മാറി വലുപ്പമുള്ള വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ ബെഡ്റൂമിന്റെ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു സൈഡിലേക്ക് മാറി വലുപ്പമുള്ള വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ സ്പേഷ്യസ് ആയ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സ്റ്റഡി റൂം അല്ലെങ്കിൽ ഗസ്റ്റ് റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 11.5 അടി വീതിയുമാണ് ഈ ഒരു റൂമിന് ഉള്ളത്. ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനും നൽകിയിട്ടുള്ള ഈ ഒരു റൂമിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ബാൽക്കണി വരുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ബാൽക്കണിയും വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 4.25 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു 4 BHK ചോദിക്കുന്നത് 77 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നേരിട്ട് കാണുവാനും സ്വന്തമാക്കുവാനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഴ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.